ഇസ്ലാം സൗദി അറേബ്യയുടെ കംപ്ലീറ്റ് ഉപദ്വീപുകൾ പിടിച്ച ശേഷം സിറിയ പിടിച്ചെടുത്തു എന്നുള്ളതാണ്. സൗദി അറേബ്യ പരസ്യ പ്രവാചകന് മുമ്പ് ഒറ്റയാൾക്കും യൂണിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. നോ എംബറർ, നോ ബൈസാൻറ്റിൻ എംബറർ, നോ റോമൻ എംബറർ, നോ ഈജിപ്ഷ്യൻ ഫറോ കുഡ് ക്യാപ്ചർ ദ എൻറ്റയർ സൗദി അറേബ്യൻ പെനിൻസുല. 18 ലക്ഷം ചതുരശ്ര കിലോമീറ്ററുള്ള ഇന്ത്യയുടെ 3/2 വിസ്തീർണമുള്ളൊരു ഭൂപ്രദേശമാണ്. പക്ഷേ പരസ്യ പ്രവാചകൻ സ്വർഗാരോഹണം ചെയ്ത് ഒരു കൊല്ലത്തിനകം ദ എൻറ്റയർ 17 രാജ്യങ്ങളെയും യൂണിഫൈ ചെയ്ത് സൗദി അറേബ്യൻ പെനിൻസുലയും തൊട്ടപ്പുറത്തുള്ള സിറിയയും കയ്യിലായി. അബൂബക്കർ ഖലീഫയുടെ 2ാം വർഷമായപ്പോഴേക്കും ഇസ്ലാം ഇറാഖിൻ്റെ സമതലങ്ങൾ പിടിച്ചെടുത്തു. അബൂബക്കർ ഖലീഫ മരിച്ചിട്ട് അബൂബക്കർ ഖലീഫയുടെ ഫസ്റ്റ് കസിൻ ഉമർ ഖലീഫ ഭരണത്തിൽ വരുന്നു. അദ്ദേഹം 10 കൊല്ലം ഭരിച്ചുള്ളൂ. പക്ഷേ 10 വർഷം കൊണ്ട് ഇസ്ലാം ഇറാനിലെ പീഠഭൂമികൾ മുഴുവൻ പിടിച്ചെടുത്ത് കാസ്പിയൻ കടലിൻ്റെ അടുത്ത് നിന്ന് മുട്ടി എന്നുള്ളതാണ്. പാലസ്തീന നാട് മുഴുവൻ പിടിച്ചെടുത്ത് AD 638 ഇറാൻ മുഴുവൻ പിടിച്ചു. AD 642 നേരെ ഈജിപ്റ്റ് പിടിച്ചെടുത്തു. മഹത്തായ ഈജിപ്ഷ്യൻ സംസ്കാരം മുഴുവൻ പിടിച്ചെടുത്തു. ഖലീഫ ഉമറിന് ശേഷം ഉസ്മാൻ ഭരണത്തിൽ വന്നതോടുകൂടി ഇസ്ലാം ജൻറോഷ്യയും അതിനുശേഷം ട്രാൻസോക്സാനിയയും പിടിച്ച് കാസ്പിയൻ കടലിൻ്റെ അവിടെ വന്ന് തട്ടി. ഇസ്ലാം വടക്കോട്ട് പോയിരുന്നെങ്കിൽ സൈബീരിയ മുഴുവൻ ഇസ്ലാമിൻ്റെ കയ്യിലായിരുന്നു. പക്ഷേ ഇസ്ലാം തെക്കോട്ടാണ് തിരിയുന്നത്. അലി ഖലീഫയുടെ കാലഘട്ടത്തിന് ശേഷം കഴിഞ്ഞോടുകൂടി ഇസ്ലാം വിശാലമായ ഉമയ്യദ് ഖലീഫിൻ്റെ കാലഘട്ടത്തിൽ സോവിയറ്റ് റഷ്യയുടെ ഭാഗമായ 5 രാജ്യങ്ങൾ ടർക്കമെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ടാജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ തുടങ്ങിയ 5 സ്ഥാനങ്ങൾ പിടിച്ചെടുത്തു. അതിനുശേഷം AD 680 ആയപ്പം അഫ്ഗാനിസ്ഥാൻ പിടിച്ചു. AD 711 ആയപ്പോഴേക്കും മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ മുഴുവൻ പിടിച്ച് സിന്ധ് പ്രോവിൻസ് മുഴുവൻ പിടിച്ച് സൈന്ധവ നദീര സംസ്കാരം മുഴുവൻ ഇസ്ലാമിൻ്റെ സ്വാധീനത്തിലായി. AD 711 ശേഷം കിഴക്കോട്ട് സൈന്യം ഒന്ന് ഹോൾട്ട് ചെയ്ത് 2-3 നൂറ്റാണ്ട്. പടിഞ്ഞാട്ട് പോയ സൈന്യം AD 642 ഈജിപ്റ്റ് പിടിച്ചു, 646 ലിബിയ പിടിച്ചു, 652 ടുണീഷ്യ പിടിച്ചു. AD 661 ആയപ്പോഴേക്കും ഇസ്ലാം വന്നിട്ട് അൾജീരിയ പിടിച്ചെടുത്തു. അൾജീരിയ എന്ന് പറഞ്ഞാൽ 17 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയുടെ 3/2 ആ രാജ്യം. അത് മുഴുവൻ പിടിച്ചെടുത്ത് 680 കഴിഞ്ഞപ്പോഴേക്കും മൊറിട്ടാനിയ പിടിച്ചെടുത്തു. 690 ആയപ്പോൾ പോളിസാറിയോ പിടിച്ചെടുത്തു. ഇസ്ലാമിൻ്റെ പ്രഗത്ഭനായ ജനറൽ താരിഖ് അദ്ദേഹം വന്ന് ജിബ്രാൾട്ടർ കടന്ന് സ്പെയിനിൽ പ്രവേശിച്ചു. ജിബ്രാൾട്ടർ എന്ന വാക്ക് തന്നെ 2 രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട്. ജബൽ അൽ താരിഖ്, താരിഖിൻ്റെ മല എന്നും താരിഖ് കടന്നുപോയ സ്ഥലം എന്ന് 2 അർത്ഥത്തിലും വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷേ ജിബ്രാൾട്ടർ എന്ന വാക്ക് ഇസ്ലാമിക ജനറലിൻ്റെ പേരിലാണ്, ജിബ്രാൽ അൽ താരിഖ്. അദ്ദേഹം സ്പെയിനും പോർച്ചുഗലും പിടിച്ചെടുത്തു. എന്നിട്ട് പിറനീസ് പർവ്വതനിരകൾ കടന്ന് പാരീസിലേക്ക് മാർച്ച് ചെയ്തു. പാരീസിന് 200 കിലോമീറ്റർ തെക്ക് ബാറ്റിൽ ഓഫ് പോയിറ്റിയേഴ്സ് അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് ടൂൾസിലാണ് ചാർലിമീൻ ചക്രവർത്തിയുടെ മുത്തച്ഛൻ ചാൾസ് മാർട്ടൽ ഇസ്ലാമിക സൈന്യത്തെ ഹോൾട്ട് ചെയ്ത്. പടിഞ്ഞാറോട്ട് ഗംഭീരമായ യാത്രയാണ്. 300 വർഷങ്ങൾക്ക് ശേഷം AD 1090 1100 ആയപ്പോഴേക്കും ഇസ്ലാം ഉത്തരേന്ത്യയിലേക്ക് തള്ളിക്കയറി. ഇന്ന് നമ്മൾ ഇന്ത്യയുടെ ഭാഗമായിരിക്കുന്ന 13 സംസ്ഥാനങ്ങൾ ഇസ്ലാമിൻ്റെ സ്വാധീനത്തിലായി. 14-ാം നൂറ്റാണ്ട് കഴിഞ്ഞതോടുകൂടി ഡക്കൻ പീഠഭൂമിയുടെ വടക്കൻ പ്രദേശങ്ങൾ മഹാരാഷ്ട്രയും ആന്ധ്രയും ഒക്കെ അവരുടെ കയ്യിലായി. അതിനുശേഷം ഇസ്ലാം മലേഷ്യ പിടിച്ചെടുത്തു, ബ്രൂണൈ പിടിച്ചെടുത്തു. 20,000 ദ്വീപുകളുള്ള ഇന്തോനേഷ്യൻ ആർക്കിപ്പെലാഗോ മുഴുവൻ പിടിച്ചെടുത്തു. 1953 ആയപ്പോഴേക്കും ഇസ്ലാം ടർക്കി മുഴുവൻ പിടിച്ചെടുത്തു. 1953 കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. ഇതിനിടയ്ക്ക് ഇസ്ലാം ഭയങ്കര പ്രശ്നം നേരിട്ടു. പാശ്ചാത്യദാസ് എന്ന കുരിശുയുദ്ധങ്ങളെന്ന് പറഞ്ഞ 12 കുരിശുയുദ്ധങ്ങളാണ്. അവർ പലതവണയും ജെറുസലേം പിടിച്ചു, പലസ്തീൻ പിടിച്ചു. പക്ഷേ 100 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ഇസ്ലാം ക്രൂസൈഡേഴ്സിനെ മുഴുവൻ തിരിച്ച് യൂറോപ്പിലേക്ക് പറഞ്ഞേച്ചത് മുഴുവൻ പിടിച്ചെടുത്തു. 500 വർഷത്തെ അബ്ബാസിഡ് ഭരണം പൂർത്തിയായപ്പോൾ 751 അബ്ബാസിഡ് ഭരണം വരുന്നത്. 1258 മംഗോൾസിൻ്റെ ഭയങ്കര ആക്രമണം. മംഗോൾസിൻ്റെ ആക്രമണത്തിൽ ചൈന തകർന്നു, റഷ്യ തകർന്നു, മംഗോളിയ തകർന്നു. അങ്ങനെ ഇടയ്ക്കുള്ള മുഴുവൻ രാജ്യവും തകർന്നുപോയി. പക്ഷേ ഇസ്ലാം അതിഗംഭീരമായിട്ട് പിടിച്ചു തന്നു. അബ്ബാസിഡ് കാലിഫേറ്റ് പോയി, ബാഗ്ദാദ് തകർത്തു, 2 ലക്ഷത്തോളം മുസ്ലിങ്ങളെ കൊന്നു. എന്നിട്ട് ഈജിപ്തിലോട്ട് തള്ളിക്കയറാൻ വേണ്ടി വന്ന സമയത്താണ്
അൽ-ബിരിയ യുദ്ധത്തിൽ ഇസ്ലാം മംഗോളുകളെ തോൽപ്പിച്ചു. മംഗോളുകളിൽ ഭൂമിയിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല, ഇസ്ലാമിനെ മാത്രം തോൽപ്പിച്ചു. ഇസ്ലാം മംഗോളുകളെ പുറത്തോട്ട് തള്ളി. ഇസ്ലാം പിടിച്ചെടുത്ത മുഴുവൻ സ്ഥലങ്ങളും തിരിച്ച് ഇസ്ലാമിലേക്ക് വന്നു. മംഗോൾസിനെ പരാജയപ്പെടുത്തി തിരിച്ചു വന്നു. ചരിത്രം വായിക്കുമ്പോൾ അമ്പരന്ന് പോവുകയാണ്. ലോകത്തിലെ 7 നദീതര സംസ്കാരങ്ങളാണ്. ആ 7 നദീതര സംസ്കാരങ്ങളിൽ 6 നദീതര സംസ്കാരങ്ങളും ഇസ്ലാമിൻ്റെ സ്വാധീനത്തിലായി. ഈജിപ്ഷ്യൻ സംസ്കാരം, സുമേരിയൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, അസീറിയൻ സംസ്കാരം, പേർഷ്യൻ സംസ്കാരം, സൈന്ധവ നദീതര സംസ്കാരം, നൈജർ നദീ തീരത്തുള്ള സൊഹൈൽ സംസ്കാരം എല്ലാം ഇസ്ലാമിൻ്റെ കീഴിലായി. ചൈന ഒഴിച്ച് ബാക്കി 7 നദീതര സംസ്കാരങ്ങളിൽ 6 ഇസ്ലാമിൻ്റെ സ്വാധീനത്തിലായി. ഇസ്ലാമിൻ്റെ സ്വാധീനത്തിൽ വന്ന രാജ്യങ്ങൾ 69 എണ്ണമാണ്. 69 ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് ഈ ലോകത്തിൽ. അതിൻ്റെ ആകെ ഏറിയ 3,20,00,000 ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയുടെ ആകെ വിസ്തൃതി 32 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയുടെ 11 ഇരട്ടിയാണ് ഇസ്ലാമിൻ്റെ സ്വാധീനത്തിലുള്ള രാജ്യങ്ങളുടെ വിസ്തൃതി. ഇസ്ലാമിൻ്റെ സ്വാധീനത്തിലുള്ള ജനസംഖ്യ 140 കോടിയാണ്. ഇന്ത്യയുടെ ആകെ ജനസംഖ്യയെക്കാളും 10 കോടി കൂടുതലാണ് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരുടെ ലോകത്തിലെ അംഗസംഖ്യ. അമേരിക്കയിലെ 2ാമത്തെ വലിയ ജനവിഭാഗമായി ഇസ്ലാം മാറി. പണ്ട് ക്രിസ്ത്യാനികൾ കഴിഞ്ഞ പിന്നെ യഹൂദന്മാരായിരുന്നു. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ മാത്രം 6 മില്യൺ 60 ലക്ഷം മുസ്ലിംസ് ഉണ്ട്. ദേ ഓവർടേക്കൺ ജ്യൂസ് ബൈ അറൗണ്ട് 10 ലാക്ക്. 50 ലക്ഷം യഹൂദന്മാരുള്ളപ്പോൾ 60 ലക്ഷം മുസ്ലിങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഉണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പരസ്യപ്രവാചകൻ്റെ ഒരു ജീവിതം 22 വർഷം കൊണ്ട് മറിച്ച ഈ ഭൂവിഭാഗം അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് നമ്മൾ പറയും. അലക്സാണ്ടർ ദ ഗ്രേറ്റ് പിടിച്ച സാമ്രാജ്യത്തിൻ്റെ 8 ഇരട്ടിയാണ് ഇസ്ലാമിൻ്റെ സ്വാധീനത്തിൽ വന്ന രാജ്യങ്ങളുടെ വിസ്തീർണം. അലക്സാണ്ടർ ചക്രവർത്തിയിൽ സാമ്രാജ്യത്തിൽ ആകെയുള്ള ജനസംഖ്യയുടെ 10 ഇരട്ടിയാണ് ഇസ്ലാമിൻ്റെ സ്വാധീനത്തിലുള്ള ജനസമൂഹം. ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തും ഇസ്ലാമിൻ്റെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 രേഖാംശങ്ങളിൽ പ്രാർത്ഥന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 5 സ്ഥലത്ത് പ്രാർത്ഥന കേൾക്കുന്നതിനാൽ ഇസ്ലാമിൻ്റെ പ്രാർത്ഥന കേൾക്കാത്ത ഒരു സമയം ഭൂമിയിലില്ല. 24 hours കേട്ടുകൊണ്ടിരിക്കുകയാണ്. പരസ്യപ്രവാചകൻ്റെ ഒരു ജീവിതം ലോകത്തെ ഇങ്ങനെ മാറ്റിമറിച്ചത് എങ്ങനെയെന്ന് പഠിക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതത്തോടുകൂടി ആ ജീവിതത്തെ മനസ്സിലാക്കേണ്ടി വരുന്നത്. പരസ്യപ്രവാചകൻ ലോകത്തെ മാറ്റിമറിച്ചത് ഏറ്റവും ആദ്യത്തേത് ദൈവസങ്കല്പത്തിലുള്ള മാറ്റമായിരുന്നു. ഭൂമിയിൽ ആദ്യമായി മനുഷ്യൻ പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്നു. ഇടി ഒരു ദൈവം, മഴയൊരു ദൈവം, ആകാശം ഒരു ദൈവം, ഇങ്ങനെ പ്രകൃതി ശക്തികളൊക്കെ ദൈവങ്ങളാക്കി മാറിയിരുന്നു. സൂര്യന് ദൈവം, ചന്ദ്രനൊരു ദൈവം, ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ വിശ്വസിച്ചിരുന്ന ജനസമൂഹം അതിനുശേഷം സൂമോർഫിക് ഗോഡ്സ് എന്ന് പറയുന്ന മൃഗങ്ങളുടെ ഷേപ്പുള്ള ദൈവസങ്കല്പത്തിലേക്ക് മാറി. കാളയൊരു ദൈവം, പശു ഒരു ദൈവം, കുറുക്കനൊരു ദൈവം, ഇങ്ങനെ ഓരോ സ്ഥലത്ത് ദൈവസങ്കല്പത്തിന് സൂമോർഫിക് ഗോഡ്സ് എന്ന് പറയപ്പെടുന്ന ദൈവങ്ങളാണ്. അതിൻ്റെ അടുത്ത ഘട്ടം എത്തിയപ്പോൾ മനുഷ്യനും മൃഗം കൂടെ ചേരുന്ന ഒരു രൂപമായി ദൈവത്തിൻ്റെ ഭാവം. അപ്പോൾ നൂബിസ് എന്നൊരു ദേവനുണ്ട് ഈജിപ്തുകാർക്ക്, പകുതി കുറുക്കൻ പകുതി മനുഷ്യൻ. ഇന്ത്യക്കാർക്ക് ഒരു നരസിംഹമുണ്ട്, പകുതി സിംഹം പകുതി മനുഷ്യൻ. ഈജിപ്തുകാരുടെ വലിയ ദേവനാണ് ഹോറസ്, തല പരുന്താണ്, ശരീരം മനുഷ്യൻ്റെയാണ്. യൂറോപ്പിലെ പ്രസിദ്ധനായ ഒരു ദേവനുണ്ടായിരുന്നു കാസ്റ്റർ, തല മനുഷ്യൻ്റെയാണ്, ഉടൽ കുതിരയുടെയാണ്. നമുക്ക് തന്നെ ഗണപതി സങ്കല്പമുണ്ട്, ആനയും മനുഷ്യനും കൂടെ ചേർന്ന സങ്കല്പം. അപ്പോൾ മിക്സഡ്, മൃഗവും മനുഷ്യനും ചേർന്ന ഒരു ദൈവഭാവം ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ആന്ത്രോപോമോർഫിക് ഗോഡ്സ് എന്ന സങ്കല്പം ഉണ്ടായി. ദൈവം മനുഷ്യനെ പോലിരിക്കും, 2 കണ്ണ്, ഒരു മൂക്ക്, ഒരു ചെവി, ഇങ്ങനെ ദൈവം മനുഷ്യനെ പോലിരിക്കുകയാണ്. ദൈവം മനുഷ്യനെ പോലെ ചിന്തിക്കും, മനുഷ്യ സ്ത്രീകളെ കണ്ടാൽ ദൈവത്തിന് വികാരം വരും, ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ. അപ്പോൾ ഇതിങ്ങനെ വന്ന സമയത്താണ് മനുഷ്യൻ ദൈവത്തെ പോലെ ഇരിക്കുമെന്നുള്ള, ദൈവങ്ങൾ ഭൂമിയിൽ വന്ന് മനുഷ്യ സ്ത്രീകളുമായി ബന്ധമുണ്ടാക്കി കുട്ടികളെ ജനിപ്പിക്കും, ദൈവത്തിന് ഭാര്യ, മക്കൾ, ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പമാണ്. അങ്ങനെ ദൈവസങ്കല്പം സ്റ്റക്കായി നിൽക്കുന്ന അവസരത്തിൽ പരിശുദ്ധ പ്രവാചകൻ വന്ന് ദൈവസങ്കല്പത്തെ മാറ്റിമറിച്ചു. ഫോംലെസ് ഗോഡ്. ദൈവത്തിന് ഫോമില്ല, ദൈവത്തിന് കണ്ണില്ല പക്ഷേ കാണാം, ചെവിയില്ല പക്ഷേ കേൾക്കാം. ഫോംലെസ് ഗോഡ്. ആ ഫോംലെസ് ഗോഡ് എന്ന് പറയുന്നത് അതിഗംഭീരമായ ഒരു വിപ്ലവമാണ്. ദൈവത്തെ ഫോംലെസ് ആക്കി മാറ്റി. ദൈവത്തിന് ഭാര്യയില്ല, മക്കളുമില്ല, ദൈവത്തിന് പുത്രനുമില്ല, പുത്രിയില്ല. ദൈവം ദൈവമാണ്, മനുഷ്യൻ മനുഷ്യനാണ്. ഇത് അതിശ്രദ്ധേയമായ ഒരു സങ്കല്പം ദൈവസങ്കല്പത്തെ മാറ്റിമറിച്ചു.
മറ്റ് സമൂഹങ്ങളിൽ ദൈവം എണ്ണത്തിൽ വളരെ കൂടുതലായിരുന്നു. ഇന്ത്യയിൽ തന്നെ 33 കോടി ദേവന്മാരുണ്ടായിരുന്നു. യൂറോപ്യന്മാരുടെ ദൈവങ്ങളെല്ലാം കൂടെ എണ്ണിയാൽ 12,000-ന് മേളിലായിരുന്നു. ഈജിപ്തുകാരുടെ ദൈവങ്ങളെല്ലാം കൂടെ കൂട്ടിയ 1000-ന് മേളിലാണ്. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, വൺ ഗോഡ്, മോണോതെയിസം. ക്രിസ്തുവിന് 1400 വർഷങ്ങൾക്ക് മുമ്പ് അക്കനാത്തോൺ എന്ന് പറഞ്ഞൊരു ഒരു ഫറോ രാജാവാണ് ആദ്യം ഏകദൈവ വിശ്വാസം പറഞ്ഞത്. അയാളെ തല്ലിക്കൊന്നു. അയാളുടെ മോൻ തീയെ തല്ലിക്കൊന്നു. അതാണ് തൂത്തൻകാമൻ എന്ന് പറയുന്നത്. തൂത്തിനെ തല്ലിക്കൊന്നു. 22 വയസ്സായപ്പോഴേ മരിച്ച്. പിന്നെ മൂസ നബി ഏകദൈവ വിശ്വാസം പറഞ്ഞു. പിടിച്ചിരിക്കാൻ പ്രയാസം. പക്ഷെ ലോകചരിത്രത്തിൽ മറ്റുള്ളവരെല്ലാം പരാജയപ്പെട്ടപ്പം ഏകദൈവ വിശ്വാസം, ഭൂമിയിൽ ഒരു ദൈവമേ ഉള്ളൂ, ആ വിശ്വാസത്തിലേക്ക് ലോകത്തെ കൊണ്ടുവന്നത്, ഫോംലെസ് ഗോഡ് എന്ന സങ്കല്പം കൊണ്ടുവന്നത് പരിശുദ്ധ പ്രവാചകൻ്റെ ഈശ്വര സങ്കല്പത്തിലുള്ള അത്യത്ഭുതകരമായ വിപ്ലവമാണ്. ആ വിപ്ലവത്തിൻ്റെ ഭാഗമായ പരിശുദ്ധ പ്രവാചകൻ രണ്ടാമതൊരു വലിയ വിപ്ലവം ഉണ്ടാക്കി. ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ? പണ്ട് ദൈവത്തിന് തൃപ്തി വരണമെങ്കിൽ മനുഷ്യൻ്റെ കുഞ്ഞുങ്ങളെ ബലി കൊടുക്കണം. ഗ്രീക്കുകാർ ട്രോയ് യുദ്ധത്തിന് പോവുകയാണ്. ട്രോയ് യുദ്ധത്തിന് പോകുമ്പം ഒരു പെൺകുട്ടിയെ ബലി കൊടുക്കണം. അപ്പം ആരെങ്കിലും ഒരു പെൺകുട്ടിയെ ബലി കൊടുക്കാൻ കൊണ്ടുവന്നാൽ 5000 സ്വർണ്ണ നാണയം കൊടുക്കാമെന്ന് പറഞ്ഞു. അഗമെമ്നോൺ ആരും കൊടുത്തില്ല. യുദ്ധം ജയിക്കണ്ടേ? അഗമെമ്നോൺ എന്ത് ചെയ്തു? തൻ്റെ സ്വന്തം മകൾ 13 വയസ്സുള്ള ഇഫിജീനിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ, ആ പെൺകുട്ടി ഹൈഡ്ര എന്ന ആ കുട്ടിക്ക് വേറൊരു പേരുണ്ട്, ആ കുട്ടിയെ കൊണ്ടുവന്നും വെട്ടി ഞുറുക്കി ദൈവത്തിന് ബലി കൊടുത്തു. പോയി ട്രോയ് യുദ്ധം ജയിച്ചു. സ്വന്തം മക്കളെ ബലി കൊടുക്കണം. ഇബ്രാഹിം നബിയുടെ കാലത്തുണ്ടായിരുന്ന ആ തെറ്റിദ്ധാരണ, അദ്ദേഹം മകനെ ബലി കൊടുക്കണമെന്ന് ദൈവം പറഞ്ഞു. അങ്ങാർക്ക് അങ്ങ് തോന്നി. അങ്ങാര് മോനെ ബലി കൊടുക്കാൻ കൊണ്ടുപോയി. ദൈവം ഇടപെട്ടു. നീ കുഞ്ഞിനെ ബലി കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പകരം ആടിനെ ബലി കൊടുത്താളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ മട്ടൺ ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ പഠിച്ചത്. മട്ടണെ തിന്നുക, ദൈവം മനുഷ്യരെ വേണ്ട. അമേരിക്കയിലെ മായൻ സംസ്കാരവും അസ്ട്രക് സംസ്കാരവും അവർ എത്രത്തോളം മനുഷ്യൻ്റെ രക്തം ഒഴുക്കുന്നു അത്രത്തോളം ദൈവത്തിന് തൃപ്തിപ്പെടുമെന്നാണ്. യുഎന്നോട് പ്രസിദ്ധമായ ഒരു ഇതുണ്ട്, വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ചിച്ചൻ ഇറ്റ്സയുടെ പിരമിഡ് ഉദ്ഘാടനം ചെയ്തപ്പോൾ 20,000 മനുഷ്യരെ കൊണ്ടുവന്ന് നെഞ്ച് പിളർന്ന് ചങ്കും കൂപ്പോടും ദൈവത്തിന് കൊടുത്തു. എന്തിനാണ് ദൈവത്തിന് തൃപ്തിപ്പെട്ടത്? ഇങ്ങനെ മനുഷ്യബലി മൃഗബലിയിലേക്ക് മാറി. യഹൂദന്മാർ പെസഹ ആചരിക്കുമ്പോൾ ജെറുസലേം ദേവാലയത്തിൽ ആടിനെ ബലി കഴിക്കും. സിസ്റ്റേഴ്സ് AD 56 കണക്കെടുത്തു. 2,56,000 ആടുകളെയാണ് ബലി കഴിച്ചതെന്നാണ് കണക്കെടുത്തത്. 2,56,000 ആടുകൾ. അങ്ങനെ ആടിൻ്റെ ബലി നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് യേശുക്രിസ്തു വന്നിട്ട് ആ ബലിയെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാമെന്ന് പഠിപ്പിച്ചത്. അപ്പവും വീഞ്ഞും വെച്ച് പ്രാർത്ഥിക്കുക. അപ്പവും വീഞ്ഞും അഗ്രികൾച്ചറൽ പ്രോഡക്ട്സാണ്. അങ്ങനെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഉപയോഗിച്ചുള്ള ഒരു പ്രാർത്ഥനയായി മാറി. അങ്ങനെ കാനിബാളിസത്തിൽ തുടങ്ങി മൃഗബലി എന്ന് പറയുന്ന സുവോളജിക്കൽ ബലിയായി, പിന്നെ ബോട്ടാണിക്കൽ ബലിയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പരിശുദ്ധ പ്രവാചകൻ അത്ഭുതകരമായ വിപ്ലവം ഉണ്ടാക്കിയത്. പ്രവാചകൻ പറഞ്ഞു, ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ഒരു മൃഗത്തെയും കൊല്ലണ്ട, ഒരു സസ്യത്തെയും കൊല്ലണ്ട, നിങ്ങൾ ദൈവത്തോട് നേരിട്ടങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. നോ ഫോം ഓഫ് വർഷിപ്പ്, നോ ബ്ലഡ് ഷെഡ് ഈസ് റിക്വയർഡ്. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഈ ബലി എന്ന സങ്കല്പം മാറ്റി നേരിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട സിസ്റ്റം കൊണ്ടുവന്നു. ആ സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ പ്രവാചകൻ ചെയ്തത് അത്യത്ഭുതകരമായ ഒരു മെഡിക്കൽ സയൻസാണ്. പ്രവാചകൻ പ്രാർത്ഥിക്കാൻ നേരം സമയം ഫിക്സ് ചെയ്തു. വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് കമ്പൽസറി അല്ലാത്തൊരു നിസ്കാരമുണ്ട്. പക്ഷേ കമ്പൽസറി നിസ്കാരങ്ങൾ 5 എണ്ണം. സൂര്യൻ ഉദിക്കുന്നു, സൂര്യനെ കാണാൻ വയ്യ, സൂര്യരശ്മികൾ കാണാം, ഒരു നിസ്കാരം. ഒരു വടി നാട്ടിയാൽ വടിക്ക് നിഴലില്ലാതാവുന്ന അവസരത്തിൽ മിഡ് ഡേ സൂര്യൻ നേരെ വടിയുടെ മേളിൽ വരുന്ന സമയത്ത് 2ാമത്തെ നിസ്കാരം. ഒരു വടി നാട്ടിയാൽ വടിയുടെ നീളവും നിഴലിൻ്റെ നീളവും ഈക്വലാവുമ്പോൾ സൂര്യരശ്മികൾ 45 ഡിഗ്രി ആംഗിൾ വരുമ്പോൾ അടുത്ത നിസ്കാരം. സൂര്യൻ അസ്തമിച്ചു, സൂര്യനെ കാണാൻ വയ്യ, സൂര്യരശ്മികൾ കാണാം, അടുത്ത നിസ്കാരം. ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രരശ്മികൾ കൊണ്ട് വടിയുടെ നീളവും നിഴലിൻ്റെ വീതവും ഈക്വലാവുമ്പം അടുത്ത നിസ്കാരം. 5 കമ്പൽസറി നിസ്കാരങ്ങൾ. നാസയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാർ ഈ സമയമൊക്കെ ശ്രദ്ധിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും നീക്കങ്ങളനുസരിച്ച് മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്കുണ്ട്.
ഈ ബയോളജിക്കൽ ക്ലോക്ക് ടേൺ ചെയ്യുന്ന പോയിൻറ്റ്സാണ് ഈ 5 എണ്ണം. ആ ബയോളജിക്കൽ ക്ലോക്ക് ടേൺ ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിച്ചാൽ മനുഷ്യന് ആരോഗ്യം മാത്രമല്ല ബുദ്ധിശക്തിയും കിട്ടുന്ന അത്ഭുതം അവിടെ നടക്കുകയാണ്. വെളുപ്പിന് 4 മണി എന്ന് പറഞ്ഞാൽ കമ്പൽസറി അല്ലാത്ത നിസ്കാരം വെച്ചിരിക്കുന്ന സമയമോ അത് മനുഷ്യൻ്റെ തലച്ചോറിന് ഏറ്റവും കൂടുതൽ ബുദ്ധിശക്തി ഉണ്ടാകുന്ന സമയമാണ്. ഭാരതീയ പുരാണങ്ങൾ പറയുന്നു, ബ്രഹ്മമുഹൂർത്തേ ഉത്തിഷ്ഠേ. ബ്രഹ്മമുഹൂർത്തം വെളുപ്പിന് 4 AM തലച്ചോറിന് ഏറ്റവും ബുദ്ധി ഉണ്ടാകുന്ന സമയം. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ നീക്കങ്ങളനുസരിച്ച്, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെ നീക്കങ്ങളനുസരിച്ച് മനുഷ്യ ശരീരത്തിൽ മാറ്റമുണ്ടാകുന്ന സമയത്ത് പ്രാർത്ഥന കൊണ്ട് ഫിക്സ് ചെയ്തു പ്രവാചകൻ. തലച്ചോറിന് ഏറ്റവും ബുദ്ധി ഉണ്ടാകുന്ന സമയത്ത് പ്രാർത്ഥന കൊണ്ട് ഫിക്സ് ചെയ്തു പ്രവാചകൻ. 1400 കൊല്ലത്തിന് മുമ്പ് ഒരു MBBS പഠിച്ചിട്ടില്ലാത്ത പ്രവാചകൻ ഇത്ര ഗഹനമായി ഒരു മെഡിക്കൽ പ്രിൻസിപ്പിൾ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് ഡോക്ടർമാരെ അമ്പരപ്പിക്കുന്ന ഒരു സംഭവമാണ്. അമ്പരപ്പിക്കുന്ന സംഭവം. പ്രാർത്ഥനയുടെ സമയം ഫിക്സ് ചെയ്തു. പ്രാർത്ഥിക്കാൻ നേരം ലോകത്തിൽ എവിടെയാണെങ്കിലും പ്രാർത്ഥിക്കാം. മറ്റു മതങ്ങൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രതിമ വേണം, വലിയ പ്രതിമ വേണം, അല്ലെങ്കിൽ ചിത്രങ്ങൾ വരച്ച് അതിന് മുമ്പിൽ വേണം, ഇല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് പ്രൊജക്ഷൻസ് വേണം, അതല്ലെങ്കിൽ വിശാലമായ ആരാധനാലയം വേണം, അതിന് കൊടിമരം വേണം, ഗോപുരം വേണം. പ്രവാചകൻ പറഞ്ഞു, ഇതൊന്നും ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥിക്കാൻ വേണ്ട. ഒരു വിഗ്രഹം ഉണ്ടാക്കണ്ട, ഒരു ചിത്രവും വരയ്ക്കണ്ട, ഒരു രൂപവും പ്രൊജക്റ്റ് ചെയ്യണ്ട, ദേവാലയത്തിന് ഗോപുരം വേണ്ട, ദേവാലയത്തിന് കൊടിമരവും വേണ്ട. എനിവേർ യു ക്യാൻ പ്രേ. നിങ്ങളും ദൈവവും തമ്മിൽ ഒരു തടസ്സവും വേണ്ട. ഞങ്ങളെപ്പോൾ ആളുകൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിന് കുളിർമ ഉണ്ടാകുന്ന അനുഭവമുണ്ട്. പെട്ടെന്ന് വാങ്ക് വിളിക്കും. വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന മുസ്ലിങ്ങൾ പെട്ടെന്ന് നടുക്കോട്ട് വന്ന് മുട്ടുകുത്തി ഒരു നിസ്കാരം, ചെറിയൊരു തോർത്ത് വിരിച്ച് ഒരൊറ്റ നിസ്കാരം. മറ്റുള്ള മതക്കാർക്ക് പരസ്യമായി പ്രാർത്ഥിക്കാൻ എന്തൊരു നാണക്കേടാണ്. മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ല. ഓടുന്ന ട്രെയിനിൽ മുട്ടുകുത്തി നിസ്കരിക്കുന്ന മുസ്ലിമിനെ കാണുമ്പോൾ മനസ്സിൽ വളരെ സന്തോഷമുണ്ടാവും. ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ ഒരു തടസ്സവും വേണ്ട, ഒരു മീഡിയവും വേണ്ട, ഒരു പ്രതിമയും വേണ്ട, ഒരു ചിത്രവും വേണ്ട. യു ക്യാൻ പ്രേ. ഇത് പ്രാർത്ഥനയുടെ വലിയ അത്ഭുതമാണ്. പരിശുദ്ധ പ്രവാചകൻ മനുഷ്യൻ്റെ പ്രാർത്ഥന അവൻ്റെ ജീവിത സാഹചര്യവുമായും പ്രപഞ്ചത്തിൻ്റെ സത്യവുമായും കൂട്ടി യോജിപ്പിച്ചു എന്നുള്ളതാണ് അതിഗംഭീരമായ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് പരിശുദ്ധ പ്രവാചകൻ 3ാമതൊരു സിസ്റ്റം ഉണ്ടാക്കി. അതാണ് നോമ്പ് അല്ലെങ്കിൽ ഉപവാസം എന്ന് പറയുന്നത്. മറ്റു മതങ്ങൾക്കൊക്കെ ഉപവാസമാണ്. ഉപവാസം എന്ന് പറഞ്ഞാൽ ലെസ്സർ ലൈഫ്, പൂർണ്ണതയില്ലാത്ത ജീവിതം എന്നാണ് ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം. പ്രവാചകന് ഉപവാസം എന്നുള്ള വാക്കെടുത്തില്ല, പ്രവാചകൻ നോമ്പ് എന്ന വാക്കെടുത്തു. ആ നോമ്പിന് ക്ലാസിക്കൽ അറബിയിൽ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന കാലം എന്നാണ് അർത്ഥം. എന്നാൽ കൊളോക്കിയൽ അറബിയിൽ വെയിലത്ത് നിന്ന് തണലത്തേക്ക് മാറി നിൽക്കുന്ന അവസ്ഥ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ക്ലാസിക്കൽ അറബിയിലാണെങ്കിലും കൊളോക്കിയൽ അറബിയിലാണെങ്കിലും ആ നോമ്പെന്ന വാക്കിന് ഭയങ്കര അർത്ഥമുള്ളൊരു വാക്കാണ്. അപ്പോൾ മറ്റു മതങ്ങൾ പറഞ്ഞു ഇറച്ചി തിന്നരുത്, മീൻ തിന്നരുത് എന്നൊക്കെ പറഞ്ഞു. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ തിന്നുന്ന ആഹാരത്തിലല്ല പ്രശ്നം, നിങ്ങൾ 12 മണിക്കൂർ സൂര്യനുദിച്ച് സൂര്യസ്തമിക്കുന്ന കാലം വരെ പട്ടിണിയിരിക്കണം. ഒന്നും വെള്ളം പോലും അകത്തോട്ട് പോകരുത്. അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കണം. മറ്റു പല മതക്കാരും മുസ്ലിങ്ങളെ കളിയാക്കാൻ തുടങ്ങി. ഇതെന്തൊരു നോമ്പപ്പ, 12 മണിക്കൂർ പട്ടിണി ഇരിക്കുക, പിന്നെ ബിരിയാണി അടിച്ച് കയറ്റുക, ഇതെന്തൊരു നോമ്പെന്ന്. പക്ഷേ ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിച്ചത് അമേരിക്കയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാരാണ്. ഈ റോക്കറ്റിൽ പോകുന്ന സമയത്ത് വെയ്റ്റ്ലെസ്നെസ്സാണ്, ഗ്രാവിറ്റി ഇല്ലല്ലോ. അതുകൊണ്ട് മനുഷ്യനിങ്ങനെ ഒഴുകി നടക്കും. നമുക്ക് ഇരുന്നൊരു മേശപ്പുറത്ത് നിന്ന് ആഹാരം കഴിക്കാൻ പറ്റില്ല. കാര്യം ആഹാരം ഇങ്ങോട്ട് എടുത്ത ഉടനെ ആഹാരം പറന്നങ്ങ് പോകും. അതുകൊണ്ട് റോക്കറ്റിൽ പോകുന്ന ആളുകൾക്ക് ഈ ആഹാരം ഒരു കുഴലിനകത്ത്, ഇതിനകത്ത് നിറച്ചിട്ട് കുഴലിനകത്ത് കയറ്റി ഞെക്കി 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 വായിക്കകത്താക്കി ഭക്ഷിക്കണം. അപ്പോൾ ഈ യന്ത്രത്തിനെങ്കിലും എന്തെങ്കിലും കേട് വന്നാൽ ഈ ആൾ പട്ടിണി കിടന്ന് മരിച്ചു പോകും റോക്കറ്റിനകത്ത്. അപ്പോൾ അങ്ങനെ പട്ടിണി കിടക്കേണ്ടി വന്നാൽ എന്ത് സംഭവിക്കും? ഇത് അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തി. അപ്പോഴാണ് അത്ഭുതകരമായൊരു രഹസ്യം കണ്ടെത്തിയത്. 11.5 മണിക്കൂർ ഒരു മനുഷ്യൻ പട്ടിണി ഇരുന്ന് കഴിഞ്ഞാൽ അവൻ്റെ തലച്ചോറ് കുടലിലേക്കൊരു സന്ദേശം അയക്കും. കാരണം ഈ ആൾ പട്ടിണി കിടന്ന് മരിക്കാൻ പോവുകയാണെന്നും തലച്ചോറ് തെറ്റിദ്ധരിച്ച ശേഷം ഒരു മെസ്സേജ് കുടലിലോട്ട് കൊടുക്കും, ഇവൻ ചാവാൻ പോവാണ്, അതുകൊണ്ട് ഇവനെ രക്ഷിക്കണം. അപ്പോൾ കുടലിൻ്റെ ഇന്നർ ലൈനിങ് പെരിട്ടോണിയം എന്ന് പറയും. ആ പെരിട്ടോണിയത്തിനകത്ത് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, പക്ഷേ മൈക്രോസ്കോപ്പിക് ക്രാക്ക് വീഴും. എന്നിട്ട് അതിനകത്തൂടെ കുടലിനകത്തോട്ടൊരു എൻസൈം ഊർന്നിറങ്ങും. അത് ശരീരം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ശരീരത്തിന് അത്ഭുതകരമായ ശക്തിയും
അത്ഭുതകരമായ ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി, രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്ന ഒരു ഫിനോമിനൻ ശരീരത്തിലുണ്ടാവും. 11 മണിക്കൂർ പട്ടിണി പറ്റുള്ളൂ. അതുവരെ അതിനിടയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോയി. അപ്പോൾ അങ്ങനെ 11 മണിക്കൂർ പട്ടിണി ഇരിക്കുമ്പോൾ സംഭവിക്കുന്ന ഈ അത്ഭുതം അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. അപ്പോൾ ശരിക്ക് സൂര്യോദയം മുതൽ സൂര്യാസ്തമനം പട്ടിണി ഇരുന്നാൽ സംഭവിക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ, അവൻ്റെ ശരീരം പെട്ടെന്ന് ഈ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം അലർട്ട് ചെയ്യുന്ന എൻസൈംസ് കുടലിലേക്ക് ഊർന്നിറങ്ങും. അത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ മനുഷ്യന് രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുകയും ഓർഡിനറി ഇൻഫെക്ഷൻസ് തടയാനുള്ള കപ്പാസിറ്റി കിട്ടുകയും ചെയ്യും. ഇനി അങ്ങനെയുള്ള കപ്പാസിറ്റി കിട്ടുന്നതിൻ്റെ ഭാഗമായി നമുക്ക് ചില പ്രത്യേക രോഗങ്ങളെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് ക്യാൻസർ. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി കുറയുമ്പോൾ ശരീരത്തിലെ സെൽ ഡിവിഷൻ അൺകൺട്രോൾഡ് ആകുമ്പോൾ ഉണ്ടാകുന്നൊരു സംഭവമാണ് ഈ ക്യാൻസർ. ശരിക്കും നോമ്പ് നോക്കുന്നൊരു മുസ്ലിമിന് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ RCCയിൽ പോയി ഏറ്റവും കുറവ് ക്യാൻസർ വരുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ ഡോക്ടർമാർ എപ്പോഴാണ് പറഞ്ഞുതരും, നെറ്റിയിൽ താഴമ്പുള്ള മുസ്ലിം വളരെ അപൂർവമായിട്ട് ക്യാൻസർ പിടിച്ച് റീജിയണൽ ക്യാൻസർ സെൻ്റർ ചെല്ലാറുള്ളൂ. ഹെറിഡിറ്ററി ക്യാൻസർ ഉണ്ട്, തടയാൻ പറ്റത്തില്ല. അപ്പനും വല്യപ്പനും എല്ലാം ഒരേ ക്യാൻസർ വരികയാണെങ്കിൽ, സ്ത്രീകളുടെ പല തലമുറ ബ്രസ്റ്റ് ക്യാൻസർ വന്നുകൊണ്ടിരിക്കുന്ന തലമുറയാണെങ്കിൽ ആ ഹെറിഡിറ്ററി ക്യാൻസർ വരും. അല്ലാതെ ജീവിതചര്യ കൊണ്ടുണ്ടാകുന്ന ക്യാൻസറുകളുണ്ടല്ലോ, ആ ക്യാൻസർ വളരെ അപൂർവമായിട്ട് നെറ്റിയിൽ താഴമ്പുള്ള നോമ്പ് നോക്കുന്ന ഒരു മുസ്ലിമിന് വരികയുള്ളൂ. എയ്ഡ്സ് രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസിയാണ് എയ്ഡ്സ്. ആ ഇമ്മ്യൂണിറ്റി ശക്തിപ്പെടുന്നതുകൊണ്ട്, നോമ്പ് നോക്കുമ്പോൾ ശക്തിപ്പെടുന്നതുകൊണ്ട് സാധാരണ ഒരു എയ്ഡ്സ് പിടിക്കുകയില്ല. എന്ന് പറഞ്ഞ് മോശം പെണ്ണുങ്ങളുടെ കൂടെയൊക്കെ പോയാൽ പിടിക്കുകയോ അത് വേറെ കാര്യമെങ്കിലും, ഈ അല്ലാതുള്ള എയ്ഡ്സ് ഉണ്ട്, ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞുണ്ടാകുന്ന എയ്ഡ്സ്, ആ എയ്ഡ്സ് ഉണ്ടാവില്ല നോമ്പ് നോക്കുന്ന ഒരു മുസ്ലിമിന്. 1400 കൊല്ലത്തിന് മുമ്പ് ഒരു MBBS പഠിക്കാത്തൊരു പ്രവാചകൻ എങ്ങനെ ഇങ്ങനൊരു മെഡിക്കൽ പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചു എന്ന് ഡോക്ടർമാർ അമ്പരന്ന് പോവുകയാണ്. അത്ഭുതകരമാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ കറക്റ്റ് റംസാൻ നോമ്പ് നോക്കും. മുസ്ലിമൊന്നുമല്ല, സത്യ ക്രിസ്ത്യാനിയാണ്. എൻ്റെ അനിയൻ ജേക്കബ് എഞ്ചിനീയറാണ്, നല്ല പോലെ റംസാൻ നോമ്പ് നോക്കും. എൻ്റെ അനുജൻ്റെ ഭാര്യ MD ഡോക്ടറാണ്, തിരുവനന്തപുരം സെക്രട്ടറിയിലെ ചീഫ് മെഡിക്കൽ ഡോക്ടറാണ്. പക്ഷേ കറക്റ്റായിട്ട് റംസാൻ നോമ്പ് നോക്കും. അപ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ അനിയനും എൻ്റെ സിസ്റ്ററിലൊക്കെ നോമ്പ് നോക്കുന്നത് അതിൻ്റെ മെഡിക്കൽ തത്വം മനസ്സിലാക്കിയതുകൊണ്ടാണ്. മുസ്ലിങ്ങൾ ആഘോഷിക്കുന്ന സമയത്ത് തന്നെ അവരും നോമ്പ് ആചരിക്കാം. എനിക്കിത് ആചരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ 2-3 ദിവസം പിടിച്ചിരിക്കും, 4-ാം ദിവസം ഞാൻ കഴിച്ചു. എന്നെ കൊണ്ട് നിവർത്തിയില്ല. 12 മണിക്കൂർ പട്ടിണി ഇരിക്കാൻ വയ്യ. പക്ഷേ അതിൻ്റെ മെഡിക്കൽ പ്രിൻസിപ്പിൾ വളരെ ശ്രേഷ്ഠമാണ്. ഒരുപാട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും റംസാൻ നോമ്പ് നോക്കുന്നുണ്ട്. അതിൻ്റെ മെഡിക്കൽ പ്രിൻസിപ്പിൾ മനസ്സിലാക്കിയിട്ട് നടക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ ഭാഗമായി നോമ്പ് ഫിക്സ് ചെയ്തപ്പോൾ പരിശുദ്ധ പ്രവാചകൻ അത്ഭുതകരമായൊരു പ്രിൻസിപ്പിൾ അതിൻ്റെ ഭാഗമായി ചേർത്ത് നമുക്ക് തന്നിരിക്കുകയാണ്. ഈശ്വരവിശ്വാസവും പ്രാർത്ഥനയും വളരെ സിംപ്ലിസ്റ്റിക്കായി മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധമായി വ്യാഖ്യാനിച്ച് വിപ്ലവകരമായ മാറ്റം വരുത്തി പ്രവാചകൻ. 4-മതായി പ്രവാചകൻ ചെയ്തത് മതപരമായ ആഘോഷങ്ങൾക്ക് കൊടുത്ത രൂപാന്തരമാണ്. ആണ്ടിൽ 2 ഈദ് വരും. ആ ഈദിന് ആഘോഷിക്കാൻ പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, ഒരു മൃഗങ്ങളെ നിങ്ങൾ എഴുന്നള്ളിക്കണ്ട, നിങ്ങളൊരു വെടിക്കെട്ട് നടത്തണ്ട, കരിയും കരിമരുന്നൊന്നും വേണ്ട. മൃഗങ്ങൾ എഴുന്നള്ളിക്കാനാണെങ്കിൽ പരിശുദ്ധ പ്രവാചകൻ ഉത്തരവിട്ടാൽ അറബി ദേശത്തെ ഒട്ടകങ്ങളെല്ലാം വരട്ടെ മാർച്ചിനെന്ന് പറഞ്ഞാൽ 15,000 ഒട്ടകം വന്നതിനായിരുന്നു മാർച്ചിന്. നമ്മൾ ആന എഴുന്നള്ളിക്കുന്ന ഒട്ടകത്തെ എഴുന്നള്ളിച്ചൂടെ? പ്രവാചകൻ പറഞ്ഞു, മൃഗങ്ങൾ എഴുന്നള്ളിക്കുക അല്ല മനുഷ്യൻ്റെ ഫെസ്റ്റിവൽ. മനുഷ്യൻ്റെ ഫെസ്റ്റിവലിന് വെടിമരുന്ന് പൊട്ടിക്കുകയല്ല വേണ്ടത്. മനുഷ്യൻ്റെ ഫെസ്റ്റിവലിന് നിങ്ങൾ ഈദ് ആഘോഷിക്കണമെങ്കിൽ മധുരം ഉണ്ടാക്കി ആ മധുരം കൊണ്ടുപോയി അയലോകത്തെ ജനങ്ങളെ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തി ഒന്ന് സന്തോഷിപ്പിച്ച ശേഷം നിങ്ങൾ വന്ന് നോമ്പാചരിക്കുക, ഈദ് ആഘോഷിക്കുക. ആ ഈദ് ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി മനുഷ്യർ ഈ മധുരം കൊടുക്കാൻ തുടങ്ങി. ഈജിപ്തിലും എത്യോപ്യയിലും ഒക്കെ മനുഷ്യർക്ക് മധുരം എന്നുള്ള വാക്കാണ് ഹലാവ. അവർ ഹലാവ ഉണ്ടാക്കി മനുഷ്യർ കൊണ്ട് കൊടുത്ത് സന്തോഷിപ്പിച്ച് തിരിച്ചു വരും. ആ ഹലാവ കേരളത്തിൽ വന്ന് നമ്മളതിനെ ഹൽവയാക്കി മാറ്റി അങ്ങനെ ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഹൽവ കോഴിക്കോടൻ ഹൽവയും പൊന്നാനി ഹൽവയാണ്. ഇപ്പോൾ ഈജിപ്തുകാരനോ എത്യോപ്യക്കാരനോ ഹൽവ അതിനുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം ഹൽവ. അതാണ് ഹൽവയ്ക്കുണ്ടായ രൂപാന്തരം. അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമൊക്കെ മധുരം എന്ന വാക്ക് അവരുടെ ഭാഷയിൽ അത് ജിലേബ് എന്നാണ് വാക്ക്. അവർ ജിലേബ് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. ആ ജിലേബ് ഇന്ത്യയിൽ വന്നപ്പോൾ ജിലേബി എന്നായി. മധുരം കൊടുത്തിട്ട് ദൈവത്തെ ഉത്സവം ആഘോഷിച്ചാണ്. തുർക്കികൾ പറഞ്ഞു, മധുരം മാത്രം കൊടുത്തിട്ട് എന്ത് കാര്യം, വയറ് നിറയണ്ടേ? തുർക്കികൾ ഈദ് ആഘോഷിക്കാൻ വേണ്ടി ആട്ടിറച്ചിയും ചോറും കൂടെ ചേർത്തൊരു സാധനം ഉണ്ടാക്കി.
അതിനെ അവർ വിളിച്ച പേരാണ് ഈദ് അൽ ബിരിയാം. തുർക്കി ഭാഷയിൽ ബിരിയാം എന്ന് പറഞ്ഞാൽ സന്തോഷം, ഈദിൻ്റെ സന്തോഷം, ഈദ് അൽ ബിരിയാം. അങ്ങനെ ഈദ് അൽ ബിരിയാം ബോംബെയിലെത്തിയപ്പോൾ ഇത് ബിരിയാമിയായി. കേരളത്തിൽ വന്നപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനം ആണി അതിൻ്റെ കൂടെ ചേർത്ത് അങ്ങനെ ബിരിയാണി എന്നാക്കി മാറ്റിക്കളഞ്ഞു. നല്ലൊരു വാക്കിനെ, സന്തോഷം എന്നുള്ള വാക്കിനകത്ത് ആണി ചേർക്കാൻ മലയാളിക്കുള്ളത് വേറെ ആർക്കുണ്ടെങ്കിലും പറ്റുക. അങ്ങനെ തുർക്കികൾ ഈദ് ആഘോഷിക്കാൻ വേണ്ടി ആട്ടിറച്ചിയും ചോറും ഉപയോഗിച്ചിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയത്. മലയാളികൾ എന്ത് ചെയ്തു? എക്സ്പെരിമെൻ്റ് ചെയ്യാൻ തുടങ്ങി. അവൻ കപ്പ ബിരിയാണി, ചക്ക ബിരിയാണി, മീൻ ബിരിയാണി. ഇന്നാളെ ഞാൻ വടക്കോട്ട് പോയ സമയത്ത് രാത്രി 9 മണി കഴിഞ്ഞ് പോയി. ഹോട്ടൽ അടച്ചു പോലെ എന്ന് വെച്ചൊരു ഹോട്ടലിൽ കയറി. ഞാൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു വെണ്ടയ്ക്ക ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. തുർക്കികൾ പോലും സ്വപ്നം കണ്ടുണ്ടാവില്ല വെണ്ടയ്ക്ക ബിരിയാണി ഉണ്ടാക്കാം. അത് മലയാളികളുടെ പരിപാടിയാണ്. അപ്പോൾ മനുഷ്യന് വയറുന്ന വെച്ച് ആഹാരം കൊടുക്കുക, അവന് മധുരം കൊടുക്കുക. അങ്ങനെ വേണം മതപരമായ ആഘോഷങ്ങൾ നടത്താൻ. അല്ലാതെ ആനയെ കൊണ്ടൊന്ന് ഉത്സവം നടത്തി എൻ്റെ ആന വേണമെങ്കിൽ 4 ചവിട്ടിക്കൊന്ന് വെടിക്കെട്ട് നടത്തി വെടി പൊട്ടി 102 ചാവുക, ഇങ്ങനെയൊക്കെയാണോ ഉത്സവം? പ്രവാചകൻ പറഞ്ഞു പാടില്ല. മതപരമായ ഉത്സവം മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന, അവൻ്റെ ആഹാരം പരിപോഷിപ്പിക്കുന്ന ഒന്നായിരിക്കണം ആഘോഷം. ഈദ് ആഘോഷിക്കാൻ വേണ്ടി പരിശുദ്ധ പ്രവാചകൻ 12 നിയമം ഉണ്ടാക്കി. ഓരോ നിയമവും എത്ര ശ്രദ്ധേയമാണെന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഈദ് ആഘോഷിക്കാൻ പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു മേൽക്കൂരയുള്ള ഒരു സ്ഥലത്തും ഈദ് ആഘോഷിച്ചേക്കരുത്. ഈദ് ഗാഹിൽ പോയി, ഓപ്പൺ സ്പേസിൽ പോയി ഈദ് ആഘോഷിച്ചോണം. അള്ളാഹു മനുഷ്യനും തമ്മിൽ ഒരു ബാരിയറും പാടില്ല, ഒരു തടസ്സവും പാടില്ല. റൂഫുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഈദ് ആഘോഷിക്കരുത്. മനുഷ്യൻ നേരെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നോ ബാരിയേഴ്സ് ഇൻ ബിറ്റ്വീൻ. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു ഈദ് ആഘോഷിക്കണമെങ്കിൽ മണ്ണിൽ ചവിട്ടുന്ന ഈദ് ആഘോഷിക്കണം. ഒരു ചെരുപ്പും കാലിലെങ്ങും പാടില്ല. മനുഷ്യൻ മണ്ണാണ്, അവൻ മണ്ണിലേക്ക് പോകും. ആ മണ്ണിൽ ചവിട്ട് നിന്നിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവൻ ഈദിന് പ്രാർത്ഥിക്കാൻ. വേറും മണ്ണിൽ ചവിട്ടി വേണം അവൻ പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു ഈദ് ആഘോഷിക്കാൻ പോകുമ്പോൾ ആ പോകുന്ന വഴി കൂടെ തിരിച്ചു വരരുത്. പോകുന്ന വഴി കൂടെ തിരിച്ചു പോയവൻ തന്നെ തിരിച്ചു വന്നേ. ഈദ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാൻ ഷുഡ് ബി കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ആസ് എ ന്യൂ ഹ്യൂമൻ ബീയിങ്. അതുകൊണ്ട് ഒരു വഴി കൂടെ ഈദിന് പോയാൽ വേറൊരു വഴി കൂടെ കറങ്ങിയിട്ടേ വീട്ടിലെത്താവും. ഹി ഷാൽ ബി കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ്. ഈദ് ആഘോഷിക്കാൻ പരിശുദ്ധ പ്രവാചകൻ ഉണ്ടാക്കിയ 12 നിയമങ്ങൾ വായിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്തൊരു ശാസ്ത്രീയമായ, എന്തൊരു ഒരു വ്യക്തമായ പ്രിൻസിപ്പിളിലാണ് ഒരു ഈദ് ആഘോഷിക്കാൻ പരിശുദ്ധ പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ചത്. ലോകത്തിലേതെങ്കിലും മതം ഇങ്ങനെ സിംപ്ലിസ്റ്റിക്കായി മറ്റാർക്കും പരിക്ക് പറ്റാത്ത സന്തോഷിപ്പിക്കുന്നൊരു ഉത്സവം ഓർഗനൈസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അവിടെയാണ് ഈദ് ആഘോഷിക്കാൻ പരിശുദ്ധ പ്രവാചകൻ ഉണ്ടാക്കിയ 12 നിയമങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. മതത്തിൻ്റെ ആഘോഷങ്ങൾക്ക് പ്രവാചകൻ മാറ്റം വരുത്തി. 5-മതായ പരിശുദ്ധ പ്രവാചകൻ ചെയ്തത് വളരെ ശ്രദ്ധേയമായ ഒരു തത്വമാണ് മനുഷ്യാവകാശം. മനുഷ്യൻ മനുഷ്യനായി ഭൂമിയിൽ മറ്റുള്ളവരെ കാണണം. ഉച്ചനീചത്വങ്ങൾ പാടില്ല. പരിശുദ്ധ പ്രവാചകൻ ആ മനുഷ്യത്വം എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ചു. പരിശുദ്ധ പ്രവാചകന് ശിഷ്യന്മാരിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു യഹൂദൻ മരിച്ചവൻ്റെ ഡെഡ് ബോഡി ഇങ്ങനെ വരികയാണ്. പരിശുദ്ധ പ്രവാചകൻ നേരെ പോയി തലക്കെട്ടെടുത്ത് മാറ്റി അതിനെ വണങ്ങി ശേഷം തിരിച്ചു വന്നു. അബൂബക്കർ 1-ാമത്തെ ഖലീഫയാണ്. അദ്ദേഹം ചോദിച്ചു എന്ത് അങ്ങ് കാണിച്ച അതൊരു യഹൂദൻ്റെ ഡെഡ് ബോഡിയല്ലേ, അതിനെ പോയി വന്ദിക്കുമോ? പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു അബൂബക്കറെ അതൊരു യഹൂദൻ്റെ ഡെഡ് ബോഡി അല്ല, ഒരു മനുഷ്യൻ്റെ ശവശരീരമാണ്. അതിനെ ബഹുമാനിക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, മനുഷ്യനെ ബഹുമാനിക്കണം. ഇന്നൊരു ശവശരീരം പോകുമ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ വണ്ടിയും കൊണ്ട് വന്നാൽ സബ് ഇൻസ്പെക്ടർ വണ്ടി നിർത്തി ഇറങ്ങി അതിന് ഉപചാരം അർപ്പിക്കും. വെട്ടി ഞുറുക്കി ഒരു ശരീരം കിടക്കുകയാണ്. ഞങ്ങളവിടെ പോയി ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ചെല്ലുമ്പോൾ ആദ്യം ഞങ്ങൾ തൊപ്പി പൊക്കി ബോഡിയെ വന്നിച്ച ശേഷം തിരിച്ച് തൊപ്പി വെച്ചിട്ടേ തുടങ്ങുള്ളൂ പരിപാടി. ശവശരീരത്തെ വന്ദിക്കാൻ പോലീസിനെ പഠിപ്പിച്ചത് പരിശുദ്ധ പ്രവാചകനാണ്. പരിശുദ്ധ പ്രവാചകൻ തലക്കെട്ടെടുത്ത് ശവത്തെ വന്ദിച്ചതാണ് പോലീസിനെ പഠിപ്പിച്ച സംഭവം. ബാച്ചുകളായുള്ള സബ് ഇൻസ്പെക്ടർമാർക്ക് ഞാൻ ക്ലാസ് എടുക്കുമ്പം ശവശരീരത്തെ വന്ദിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ച് എങ്ങനെയാണെന്ന് ഈ സർവ്വ കേരളത്തിലെ മുഴുവൻ SI-മാരെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ശവശരീരത്തെ വന്ദിക്കണം. മരിച്ചു കഴിഞ്ഞാൽ പോലും മനുഷ്യാവകാശങ്ങൾ അവർക്ക് ഉറപ്പുള്ളതാണ്. പരിശുദ്ധ പ്രവാചകനെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി പ്രവാചകൻ. അമ്മ വീട്ടുകാരെല്ലാം കൂടെ കല്ലെറിഞ്ഞ് പ്രവാചകന് പരിക്ക് പറ്റി രക്തം ഒലിച്ചുകൊണ്ടൊരു മരത്തിന് ചോട്ടിപ്പോയി നിൽക്കുകയാണ് പ്രവാചകൻ. അപ്പോൾ ദൈവത്തിൻ്റെ മാലാഖ പ്രത്യക്ഷപ്പെട്ടു. പ്രവാചക ഇവരെ അങ്ങ് സംഹരിച്ചേക്കട്ടെ എന്ന് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു
അള്ളാഹു അങ്ങ് പരമകാരുണികനാണ്, അങ്ങ് കരുണയാണ് കാണിക്കേണ്ടത്. ഇവർക്കിപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നത് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് അവരെന്നെ കല്ലെറിഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഏതാനും വർഷത്തിന് ശേഷം അവർക്ക് സത്യമൊക്കെ മനസ്സിലാവും, അവരിഞ്ഞ് വന്നോളൂ എന്ന് പറഞ്ഞു. മാലാഖ ചോദിച്ചപ്പോൾ സാധാരണ മനുഷ്യനാണെങ്കിൽ അവന്മാരെല്ലാം ഒന്ന് ശരിയാക്കേക്കാൻ പറഞ്ഞതിനായിരുന്നു. പ്രവാചകൻ പറഞ്ഞു, നോ, പരമാവനായ അള്ളാഹു കരുണ വേണം മനുഷ്യനോട് കാണിക്കാൻ. അവർ കുറച്ച് കഴിയുമ്പോൾ സത്യം മനസ്സിലാകുമ്പോൾ തിരിച്ചു വന്നോളും. മനുഷ്യത്വപരമായി അവരോട് ഡീൽ ചെയ്യാൻ പറഞ്ഞു. പരസ്യ പ്രവാചകൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ചെയ്തൊരു പ്രസംഗമുണ്ട്. ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ അത് വായിക്കണം. മനുഷ്യത്വത്തിൻ്റെ പരമകാരുണ്യ ഭാവമാണ്. അറബിയെന്നോ അറബി അല്ലാത്തവനെന്നോ, വെളുത്തവനെന്നോ കറുത്തവനെന്നോ, ഉന്നതകുല ജാതനെന്നോ ഉന്നതകുല ജാതൻ അല്ലെന്നോ ഉള്ള ഭൂമിയിൽ മനുഷ്യൻ്റെ യാതൊരു ക്ലാസിഫിക്കേഷനും മനുഷ്യനും തമ്മിൽ പാടില്ല. എല്ലാവരും തുല്യരാണ്. ലോകത്തിൽ ആദ്യമായി മനുഷ്യർ തുല്യരാണെന്ന വലിയ തത്വം ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാവുന്നതിന് ഒരു 1200 വർഷത്തിന് മുമ്പ് പ്രവാചകൻ്റെ ഫെയർവെൽ സ്പീച്ചാണ്. സ്വർഗാരോഹണം ചെയ്യാൻ പാടില്ല, അതിന് മുമ്പ് ലാസ്റ്റ് പ്രവാചകൻ്റെ പ്രസംഗമാണ്. ഒരു തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളും മനുഷ്യർ തമ്മിൽ പാടില്ല. നിങ്ങൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കണം. അത് പറഞ്ഞിട്ടാണ് പ്രവാചകൻ സ്വർഗാരോഹണം ചെയ്തത്. ലോകത്തിലെ എല്ലായിടത്തും ജാതി ഇന്ത്യ ഉണ്ടാക്കി. ഈജിപ്തുകാർക്ക് 4 ജാതി, ബാബിലോണുകാർക്ക് 4 ജാതി. കേരളത്തിൽ ഇന്ത്യയിലെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, പിന്നൊരു പഞ്ചവൻ, 5 ഗ്രൂപ്പാണ്. ചൈനക്കാർക്ക് 4 ജാതി. പ്രവാചകൻ പറഞ്ഞു, ജാതി എന്നൊരു സാധനം പാടില്ല. ഇന്നിവിടെ പ്രാർത്ഥനയിൽ പറഞ്ഞ ഭാഗമാണത്. പ്രവാചകൻ പറഞ്ഞ്, നിങ്ങളുടെ ഇടയ്ക്ക് ഞാൻ ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഒരേ ആദത്തിൻ്റെയും ഔവയുടെയും സന്ധി പരമ്പരകളിൽ ഭൂമിയിലെ മനുഷ്യർ മുഴുവൻ, അതിനകത്ത് യാതൊരു വ്യത്യാസവും ഈശ്വരൻ കൽപ്പിച്ചിട്ടില്ല. ഏകോദര സഹോദരങ്ങളോട് ജീവിക്കണം. പിന്നെ നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ചില ക്ലാസിഫിക്കേഷനൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങളെല്ലാം ഒരപ്പൻ്റെ അമ്മയുടെ മക്കളാണെന്ന് നിങ്ങൾ ധരിച്ചു കൊള്ളണം. അതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതാണ് പ്രവാചകൻ ഫെയർവെൽ സ്പീച്ചിൽ പഠിപ്പിച്ചത്.